ദേ, ഉള്ളിലുള്ള വിദ്വേഷം കളഞ്ഞേ ഈ ഒരു അവസരത്തിൽ അവനെ സ്നേഹിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് വെറുക്കാതിരുന്നൂടെ? നമ്മൾ പപ്പിമോളെ ഓർത്തെങ്കിലും. ദേ, ഇനിയിപ്പോ ഇതിന് നീ ഇതിലൊന്നും പറയണ്ട. ഞാൻ പോയിട്ട് വരാം. പൊന്നി, നീ ഇതെല്ലാം കൊണ്ടുപോയി കടകളിൽ കൊടുക്ക്. ഏതൊക്കെ കടകളാണെന്നേ നമ്മുടെ ബുക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടി രാഘവേട്ടന്റെ കൂടെ പോയിട്ട് വരാം. ഇല്ലെങ്കിൽ ഓർമ്മയില്ലാതെ വല്ല സ്ഥലത്തേക്കൊക്കെ പോകും. അവിടെ നിൽക്കേ, ഞാൻ കൂടെ വരാം. അപ്പൊ പറഞ്ഞ ഒന്നും വെറുതെ ആയില്ല. സംഗതി ഏറ്റ്. കാരണം അവൻ കെട്ടാൻ പോകുന്ന പെണ്ണാണവള്. അവള് നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കുന്നത് കണ്ടാൽ അവൻ പിന്നെ ചോദ്യം ചെയ്യില്ലേ? ചെയ്യും. നിങ്ങളുടെ ബന്ധത്തിന് അവനൊരു തടസ്സമാണെന്നറിഞ്ഞ് എന്റെ മകനെ നീയൊക്കെ കൂടി കൊന്നു അല്ലേടാ? പറയടാ, എടാ പറയടാ, എവിടെയാടാ നീയൊക്കെ കൂടെ ചേർന്ന് എന്റെ മകനെ കൊന്നു കുഴിച്ചിട്ടത്? പറയടാ, ഇല്ലെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. എടാ പറയടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് പൊട്ടക്കിണറ്റ് കൊന്നു താക്കും. പറയടാ, എന്റെ മകൻ എവിടെ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? പറയടാ, എടാ പറയാൻ. നിർത്താനല്ലേ പറഞ്ഞത്? താൻ എന്തുകൊണ്ടോ ഈ കാണിക്കുന്നത്? താൻ ഇങ്ങോട്ട് വന്നേ, വാടോ. എടോ, ഇങ്ങനെ തല്ലിയ ഇവൻ ഇവിടെ കിടന്ന് ചത്തുപോവും. താനും പെടും, ഞാനും പെടും. സമാധാനപരമായി കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നമ്മൾ വന്നത്. എടാ കൊച്ചനെ, മകൻ നഷ്ടപ്പെട്ടൊരു വാപ്പയാണ്. ഇനി അങ്ങോട്ട് ചെല്ലും തോറും ഇയാളുടെ ദേഷ്യം കൂടി വരത്തേ ഉള്ളൂ. ഉള്ളതുപോലെ പറഞ്ഞ നമുക്ക് ഇരു കൂട്ടർക്കും ഒന്നും സംഭവിക്കില്ല. പറ, നിനക്ക് ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ? എന്നെ എങ്ങനെയൊക്കെ തല്ലി ചതച്ചാലും എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഇതിലെ വിഷ്ണുവിന്റെ റോൾ എന്താ? നൂർജഹാനെ രക്ഷപ്പെടുന്നതിനിടയിൽ വിഷ്ണുവിന്റെ കയ്യിൽ നിന്നാണ് അബദ്ധം സംഭവിച്ചത്. അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ല. ഈ സമയത്തൊന്നും ഞാനിവിടെ ഇല്ലായിരുന്നു. എന്നെ ഒന്ന് വിശ്വസിക്കും, അല്ലെങ്കിൽ എന്നെ അങ്ങ് തല്ലിക്കൊല്ലും. ഈ കൊല്ലാതെ കൊല്ലുന്നേക്കാളും നല്ലത് അത് തന്നെയാ. എടാ നീ കൊല്ലുകടാ, നിന്നെ ഞാൻ തന്നെ കൊല്ലും. വേണ്ട. എടോ, താനീ വന്നേ. ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങോട്ട് വാടും. താനീ വാ. എടാ, ഉള്ളതുപോലെ പറഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിപ്പിക്കും. എന്നാലും ഓഫീസിലൊക്കെ ഇരുന്ന് സമ്മതിക്കണം. അതിനെന്താ, അവര് ഭാര്യയും ഭർത്താവല്ലേ? അതൊക്കെ അങ്ങ് വീട്ടില്. ഇത് ജോലി സ്ഥലവാ. അത് ഓർമ്മയുണ്ടാകണം. കളക്ടർക്കായാലും കളക്ടറുടെ ഭർത്താവിനായാലും. എന്നാലും ഇത്രയും വേണമായിരുന്നു. ഇതൊരു ഓഫീസല്ലേ? എന്തായാലും കാണിച്ചത് മോശമായി പോയി. എന്ത് മോശം? നിങ്ങൾക്കത് മോശമല്ലായിരിക്കും.
പക്ഷെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ മോശം തന്നെയാ. സാറെന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം, കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. എന്താനു എല്ലാവർക്കും ഒരു അടക്കം പറച്ചിലും ചിരിയും? അത് മാഡം, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അത് കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കാം. പക്ഷെ വിഷ്ണു, ഇത് തീരെ വില കുറഞ്ഞൊരു പരിപാടിയായിപ്പോയി. ആരോ ഒരാള് ചതിച്ചതാ. നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ. എടിയും വന്നിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. ജോൺ സാറാണോ ഇതിന് പിന്നിൽ? അയാളല്ലാതെ മറ്റാരും ഇത്രയും തരം താണ പരിപാടി കാണിക്കില്ലെന്നോ. അയാളെ ഇത് ചെയ്യൂ.